കരിമീൻ പൊരിക്കാൻ പോവാണ്. ഇത് പൊരിച്ചതിന് ശേഷം നമ്മൾ പൊള്ളിക്കാൻ ആവശ്യമില്ല. അയ്യോ ചീനച്ചട്ടിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പിടിച്ച മീൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. 2 തരത്തിലാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ആ മീന് പൊള്ളിച്ചും കുക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഗ്രില്ലാക്കിയിട്ടും ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം നമ്മളൊരു പറമ്പിലാണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. പുതുതായി നമ്മൾ കൂടെയുള്ളത് റാഷിദാണ്. മീനെ കഴുകിയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മസാല നന്നായിട്ട് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീനിന് വരയിട്ട് കൊടുക്കാം. റാഷിദ് അപ്പുറത്ത് അടുപ്പ് കൂട്ടുന്നുണ്ട്. എന്താണ് മടലിന്റെ ഏത് സൈഡും വെക്കാം, എവിടെ ഇട്ടാലും നല്ലത്. അപ്പൊ നമ്മൾ അടുപ്പ് റെഡിയായി, നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് മീനിൽ മസാല തേക്കണം. മസാല തേക്കാൻ വേണ്ടി എനിക്ക് കൂട്ട് റെഡിയാക്കണം. ആദ്യം ഞാൻ എടുക്കുന്നത് മുളക് പൊടിയാണ്. നല്ല വലിപ്പമുള്ള 6 മീനായതുകൊണ്ട് അത്യാവശ്യം മുളക് വേണം. അത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ഉപയോഗിച്ചാലാണ് നമുക്ക് കുറച്ച് കളർ കിട്ടുള്ളൂ മീനിന്. അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ശേഷം മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഫിഷ് മസാല, പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇതും മിക്സ് ആക്കുന്നുണ്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്താൽ കുഴയ്ക്കാനൊരു സുഖം ഉണ്ടാവും. നല്ലോണം മസാല അങ്ങോട്ട് മിക്സായി കിട്ടണം. ഇത് അധികം ടൈറ്റ് ആവുകയും ചെയ്യരുത്, അധികം ലൂസ് ആവുകയും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ ആയി വരുന്ന സാധനം. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പൂനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. മീനെടുത്തു 3 മീനെടുക്കും. മസാല റെഡി ആക്കണം. അതിന് നമുക്ക് ഈ മസാല മീനിൻ്റെ മേൽ തേച്ച് പിടിപ്പിക്കണം. ഈ വടവിലൊക്കെ നല്ലോണം ഇടണം, എന്നാലേ മസാല അങ്ങോട്ട് പിടിക്കുള്ളൂ. മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് മസാല ഉള്ളോട്ടൊക്കെ അത് കയറുള്ളൂ. ചിലവലത്ത് നന്നാവും, ചിലവലത്ത് നന്നാവില്ല. നമ്മളത് നന്നാവും, നമുക്ക് നോക്കാം. അപ്പോൾ മീൻ മസാല തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എളുപ്പം കത്താൻ വേണ്ടിയിട്ട് നമ്മൾ കർപ്പൂരാണ് യൂസ് ചെയ്യുന്നത്. പാമ്പൊളിക്കണ്ട മഴ സാധനം.
അടുപ്പിപ്പോൾ നന്നായി കത്തിയിട്ടുണ്ട്. കാറ്റുണ്ടെങ്കിൽ ചട്ടി ചൂടാവില്ല. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കരിമീൻ പൊരിക്കാൻ പോവാണ്. ഇത് പൊരിച്ചതിന് ശേഷം നമ്മൾ പൊള്ളിക്കാൻ അയ്യോ തീയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാ ഇവിടെ വെളിച്ചെണ്ണ ഭാഗത്ത് തന്നെ നിന്നോട്ടെ. തീ പിടിക്കുന്നതല്ലേ ഡയലോഗ്. അറിയാൻ പറ്റൂല കേട്ടോ. മസാല ഒക്കെ ഇപ്പൊ കരിയിട്ട് ചൂടാറാടാ. അത് ഇതിനിപ്പത് ഗ്യാസുമൊന്നുമില്ലല്ലോ. ചൂടാറത് അപ്പുറത്തപ്പുറത്ത് മോളിക്കൂടില്ല. മറിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് നല്ല വെന്തിക്കണ്. ഇനി മറിച്ചിടാം. മറ്റേ സൈഡ് ഒന്ന് വേകട്ടെ. മീൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓപ്പായി വെന്തിക്കണ്. നല്ല വെന്തിക്കണ് മീന്. ഇനി പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കണം. അതിന് നമുക്ക് തക്കാളിയും ചെറിയുള്ളിയും കട്ട് ചെയ്യണം. എണ്ണ ചൂടാക്കണം. അതിലേക്ക് നമ്മളിനി ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി വേഗം വാടി കൊടുക്കും. ഉള്ളി ഏകദേശം വാടിക്കണ്. നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നമ്മൾ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. മസാല കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി ഇടുന്നുണ്ട്. കുരുമുളകാണ് ഈ മെയിനായിട്ട് ഇടേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പേസ്റ്റ് നമുക്ക് ഒഴിച്ചത്. എന്താവും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ മസാല റെഡി ആയിട്ടുണ്ട് പൊള്ളിക്കാനുള്ള. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വാഴൻ്റെലയിലേക്ക് ആക്കാം. ഇനി വാഴ നല്ലവണ്ണം വാട്ടിയെടുക്കണം. നമ്മൾ വാട്ടി വെച്ച വാഴൻ്റെ ഇല എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം
നമ്മൾ പൊരിച്ച് വെച്ച മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എന്നിട്ട് ആ പൊരിച്ച മീനിൻ്റെ മുകളിൽ നമ്മൾ മസാല കുറച്ച് ചേർത്ത് കൊടുക്കുക. മീനുമേൽ മസാല വെച്ചതിന് ശേഷം നമ്മൾ വാഴൻ്റെ ഇല ഉപയോഗിച്ച് ഇതിനെ കെട്ടി വെക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വാഴൻ്റെ ഇല കീറാതെ നോക്കണം. പിന്നെ കഴിയുന്നതും വലിയ വാഴൻ്റെ ഇല എടുക്കാൻ ശ്രമിക്കാം. അതിജീവനത്തിൻ്റെ കഥയാണ്. നമ്മൾ മസാലൻ്റെ ടേസ്റ്റിന് വേണമെങ്കിൽ നമ്മൾ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ മീനിൻ്റെ, അത് വേണമെങ്കിൽ കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായി മസാലയ്ക്കും മീനിൻ്റെ ഒരു രുചി പിടിക്കും. മൂന്ന് മീനും നമ്മൾ വാഴൻ്റെ ഇലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. നമ്മൾ വാഴൻ്റെ ഇല കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാഴൻ്റെ ഇല നമ്മൾ വാട്ടുന്നത് ഇല പൊട്ടാതിരിക്കാനാണ്. ഇല പൊട്ടാണ്ടിരുന്നാലേ നമുക്ക് ഇങ്ങനെ കെട്ടാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ഈ മൂന്ന് മീനിനെ എടുത്തിട്ട് നമുക്ക് പൊള്ളിക്കാൻ ചട്ടിയിലേക്ക് വെക്കാം. നമ്മളിതിന് അലൂമിനിയം ഫോയിലും കൂടി ചുറ്റുന്നുണ്ട്. അലൂമിനിയം ഫോയിൽ ചുറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എടുത്ത വാഴൻ്റെ ലേശം ചെറിയ ഇലയിപ്പോയി. ഇപ്പോൾ എടുക്കുമ്പോൾ വലിയ ഇല എടുത്താൽ അങ്ങനെ തന്നെ നമുക്ക് ചട്ടിയിലേക്ക് പൊള്ളിക്കാൻ വെക്കാം. അലൂമിനിയം ഫോയിലിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് ചട്ടിയിലേക്ക് തന്നെ വെക്കാം. നല്ലോണം ചൂടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് മൂടി വെക്കാം. ഇത് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്കിതൊന്ന് മറിച്ചിടണം. മറ്റേ സൈഡിലൂടെ ഒന്ന് വേണം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്തത്. കരിയാൻ പാടില്ല. കാരണം മീൻ ചെറിയ വേവേ ആവശ്യമുള്ളൂ. അത് നമ്മൾ അവിടെ ചെയ്തതാണ്. നമുക്ക് ഇതാണ്ട് മൂടി വെക്കാം. നമ്മളെ പൊള്ളിച്ച മീൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് തുറന്നു നോക്കാം എന്തായിക്കണമെന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫോയിൽ ഊരി നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ആ സെറ്റ് ആയിക്കണ സാധനം നല്ല ചൂടുണ്ട്. സാധനം അടിപൊളിയായിക്കണ്. നല്ല വെന്തിട്ടുണ്ട് മീന്. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അഭിപ്രായം പറയാം. കണ്ടിട്ട് കിടിലനാണ്. പൊറാട്ട കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്.
എത്ര എരിവാണെങ്കിലും ഇവിടെ നല്ല വേവുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. രാവിലെ കഴിച്ചാൽ നല്ല വലുപ്പുണ്ട്. സെലിബ്രിറ്റി സ്റ്റാർസ് ആഗ്രഹിക്കാത്ത ആളാ. വാങ്ങി തന്നാലേ സൂപ്പർ കണ്ടിക്കോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ല കരിമീൻ പൊള്ളിച്ചൊക്കെ നിന്ന് സെറ്റായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ചിലവരിത് റെഡി ആവും, ചിലവരിത് റെഡി ആവില്ല. പക്ഷെ ഞങ്ങളത് ശരിയായിരിക്കണം. നിങ്ങളിത് റെഡി ആയില്ല ഞങ്ങളോ പറയരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.